സാങ്കുട്ടാ, നമുക്ക് ഇന്നൊരു കഥ പറഞ്ഞാലോ? പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ഗുരുവും 7 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഒരു ദിവസം അയൽ ഗ്രാമത്തിൽ നിന്നും ഒരാൾ ഗുരുവിനെ പൂജയ്ക്കായി ക്ഷണിക്കാൻ വന്നു. അടുത്ത മാസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പൂജ ചെയ്യണം. അതൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് അദ്ദേഹം മടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പൂജയുടെ സമയമായി. അപ്പോഴേക്കും ഗുരുവിന് കലശലായ അസുഖം കാരണം കിടപ്പിലായിരുന്നു. ഗുരു ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി ഇങ്ങനെ പറഞ്ഞു: എനിക്ക് അസുഖം കാരണം പോകാൻ സാധിക്കില്ല. നിങ്ങൾ വേണം പൂജയ്ക്ക് പോകാൻ. അതിനായി 7 ശിഷ്യന്മാരും കാളവണ്ടിയിൽ പുറപ്പെട്ടു. വണ്ടി വാടകയായി 28 രൂപ വണ്ടിക്കാരൻ ആവശ്യപ്പെട്ടു. ശിഷ്യന്മാർ അത് തുല്യമായി വീതിക്കാൻ തീരുമാനിച്ചു. അവർ 28നെ 7 കൊണ്ട് ഹരിച്ചു. 1 7 7, ബാക്കി 1, 2 താത്തിടുക. 21ൽ 7 3 പ്രാവശ്യം, 21, ശിഷ്ടം 0. അപ്പോൾ ഒരാൾ 13 രൂപ വെച്ച് എടുക്കേണ്ടി വരും. ഹരിച്ചത് ശരിയായില്ലെന്ന് ചിലർക്ക് തോന്നി. പൂജയൊക്കെ കഴിഞ്ഞു. അവർ തിരിച്ച് ഗുരുവിൻ്റെ അടുത്തെത്തി. നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. സംശയം തീർക്കാനായി ഗുരു 13നെ 7 തവണ എഴുതിക്കൂട്ടി. 3 6 9 12 15 18 21 22 23 24 25 26 27 28. ഗുരുവിനും അതേ ഉത്തരം തന്നെ ലഭിച്ചു. 13 ഗുണിക്കണം 7, 3 7 21, 1 7 7, അപ്പൊ 21ഉം 7ഉം 28. അപ്പൊ കറക്റ്റ് തന്നെ. എങ്ങനെ അവരൊക്കെ ജീവിക്കുക?